ഇപ്പോൾ കാണിച്ചു തരാം. കണ്ട അഴുക്ക് കണ്ട ഈ കണ്ട. നമസ്കാരം എല്ലാവർക്കും, നസാസ് ഐഡിയാസിലേക്ക് സ്വാഗതം. ഇന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ എങ്ങനെ ടപ്പ് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഞാൻ നിങ്ങളോട് കാണിക്കുന്നത്. നമ്മുടെ എല്ലാവരും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറുണ്ട്, തുണി അലക്കിക്കൊണ്ടേയിരിക്കും അല്ലേ. ഈ ടപ്പ് ക്ലീൻ ചെയ്യണം എന്ന് ആർക്കും അറിയില്ല. അതിനു മുമ്പേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. വണ്ടി ഉപയോഗിക്കാറുണ്ടല്ലോ, വണ്ടി മേടിച്ച് ഉപയോഗിക്കുന്നവർ, കാറ്, വണ്ടി, ബൈക്കൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കാറ് മേടിച്ചതിന് ശേഷം നമ്മളതിനെ വർഷം തോറും സർവീസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് സർവീസ് ചെയ്യുന്നു? എൻജിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി, എൻജിൻ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഒരു മെഷീനാണ് വാഷിംഗ് മെഷീൻ. നമ്മുടെ തുണി അലക്കി തരുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ഇതിനെ ടൈം ടു ടൈം ടപ്പ് ക്ലീൻ സർവീസിങ് ചെയ്യേണ്ട ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ കേടായി പോകും. അത് കേടായി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കൂടുതൽ നാളുകൾ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഈ വാഷിംഗ് മെഷീൻ നമുക്ക് ടപ്പ് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പം അത് ഏത് വാഷിംഗ് മെഷീൻ ആണെങ്കിലും നിങ്ങൾക്ക് ടപ്പ് ക്ലീൻ ചെയ്യണം. ഒരു 30 തൊട്ട് 40 പ്രാവശ്യം നിങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം ടപ്പ് ക്ലീൻ, ഇതുപോലുള്ള ഡിറ്റർജൻറ്റ് മാർക്കറ്റിൽ കിട്ടും, അത് ഇട്ട് നമുക്ക് ടപ്പ് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഈ ബോഡിയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ഈ റബ്ബർ ഭാഗം കണ്ടോ, അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒത്തിരി ചെളിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യണം. ഇത് കണ്ടോ, ഈ കാണുന്ന ഇതൊക്കെ ഇത് ഈ റബ്ബറിൻ്റെ ഭാഗമാണ്. റബ്ബർ ഭാഗം നമ്മൾ നമ്മുടെ തുണി കൊണ്ട് ഒന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെ അകത്തെ ചെളി എല്ലാം പോകും. കണ്ട കണ്ട അഴുക്ക് കണ്ട ഈ കണ്ട. തുണിയൊക്കെ നല്ല ഫ്രഷ് ആവും. തുണി അല്ലെങ്കിൽ തുണിയിലെല്ലാം ഇതെല്ലാം പിടിച്ചു വരും. കണ്ടോ, വാഷിംഗ് മെഷീൻ്റെ അകത്തെ ഈ ഗന്ധകീനെ നമ്മൾ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കും. അതിനുശേഷം ഇവിടെയും കൂടെ 2 ഭാഗത്തുണ്ട്. ഇതിനകത്ത് ഈ റബ്ബറിൻ്റെ ഭാഗം മുഴുവൻ നമ്മൾക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. കണ്ടോ, ഇത് നമുക്ക് ഇന്ന് ടപ്പ് ക്ലീൻ ചെയ്യണം. ഇത് കണ്ടോ, ഈ സാധനം ഇതിൻ്റെ അടി ടപ്പ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഇത് തുറന്നിട്ട് വാഷിംഗ് മെഷീൻ ഇത് തുറക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഇവിടെ ഒന്ന് ശേഷം ഇത് കണ്ടോ, ഈ ടാപ്പ് കണ്ടോ, ഈ ടാപ്പിനെ നമുക്ക് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അഴുക്ക് വെള്ളം ഇപ്പം ചാടും. ഇത് ചെളി വെള്ളമാണ് കണ്ടോ, ചെളിയൊക്കെ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ അത് നമുക്കത് ആദ്യമേ ക്ലീൻ ചെയ്യണം. 30 to 40 വരെ ടൈമിൽ വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെയ്യേണ്ടത് ആവശ്യമാണ്. കണ്ടോ, ഓരോന്നും ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുന്നു. ടൈറ്റ് ആകുന്ന നമ്മൾ ലോക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ ഈ വെള്ളം ഒന്ന് തുടച്ചിട്ട് അടച്ചു. ഇതാണ് ഫസ്റ്റ് പരിപാടി. ടപ്പ് ക്ലീനിങ് ചെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ടത് ആവശ്യം. ടപ്പ് ക്ലീൻ ചെയ്യാൻ പോവാണ്. ടപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഡിറ്റർജൻ്റാണിത്. ഇപ്പോൾ ഇത് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഇത് LGയുടെ തന്നെ ബ്രാൻഡിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ടപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ പ്രൊഡക്റ്റാണ് ഇത്. ഞാനിത് കട്ട് ചെയ്തു. ഇത് കണ്ട, ഈ കാണുന്നതാണ് ഡിറ്റർജൻ്റ്. അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. നമ്മൾ സാധാരണ വാഷ് ചെയ്യുമ്പോൾ ഡിറ്റർജൻ്റ് എടുത്ത സ്ഥലത്ത് ഇതിനെ നമ്മൾ മൊത്തം ഇടുന്നു. മൊത്തം ഇട്ടില്ലെങ്കിൽ ഒരു ചക്കലം ബാക്കി വെക്കുക. അപ്പോൾ ഇതിനെ അങ്ങ് അടച്ചതിന് ശേഷം നമ്മുടെ ഇതിനകത്ത് ഇത് കണ്ടോ, വാഷിംഗ് മെഷീൻ്റെ മെയിൻ ഈ ഡ്രമ്മിൻ്റെ അകത്ത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇട്ടതിന് ശേഷം കണ്ടോ, ഡ്രമ്മിനകത്ത് കുറച്ച് കടന്നോളൂ ഇങ്ങനെ. ഓക്കെ, ഇട്ടു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതിനാ അടയ്ക്കും. അതിനെ കവർ ചെയ്യും. അടച്ചു, ഡ്രം അടച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ അടച്ചു. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാണ്. ഓൺ ചെയ്തു. നമ്മൾ ചെയ്യേണ്ടത് പ്രീ വാഷ് ടൈം ഡിലേ എന്ന ബട്ടണിൽ ഒരു ലോങ് പ്രസ് ചെയ്യുക. ചക്ര നേരം പിടിച്ചിട്ടുണ്ടോ, ടപ്പ് ക്ലീൻ്റെ ഓപ്ഷൻ വന്നു. അതിങ്ങനെ ചക്ര നേരം ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ടപ്പ് ക്ലീൻ്റെ ഓപ്ഷൻ വന്നു. അതിനുശേഷം നമ്മളൊന്നും ചെയ്യേണ്ട, സിറഫ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിനകത്തൊക്കെ ടൈം കാണിക്കും, എത്ര ടൈം കൊണ്ട് നമ്മുടെ ടപ്പ് ക്ലീൻ ചെയ്ത് കഴിയുന്നു. അപ്പോൾ ഇത് നമ്മൾ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. 1 മണിക്കൂറും 23 മിനിറ്റും എടുക്കും ടപ്പ് ക്ലീൻ. അപ്പോൾ ഇതിനകത്ത് സ്റ്റാർട്ടായി പ്രോസസ്സ്. അപ്പം അത് കഴിയുമ്പോൾ നമ്മുടെ ടപ്പ് ക്ലീൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. അപ്പോൾ ടപ്പ് ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ കാണിക്കാം വാഷിംഗ് മെഷീൻ നമ്മുടെ കുട്ടപ്പനായിട്ട് സർവീസ് ചെയ്ത് തരും. അപ്പോൾ എല്ലാ മാസവും ഇത് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ കേടാകാതെ.
അപ്പോൾ എല്ലാ മാസവും നിങ്ങൾ ഇത് ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുമായിട്ട് ഞങ്ങൾ പിന്നെയും വരാം. താങ്ക്